ബി.ജെ.പിയിൽ തമ്മിലടിയും ഗ്രൂപ്പിസവും എല്ലാ അതിരും വിട്ട് പുറത്തു വന്നതോടുകൂടി അംഗത്വ ക്യാമ്പയിൻ പൊളിഞ്ഞ് പാളീസായി എന്നുള്ള വിവരങ്ങൾ ബി.ജെ.പിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ തന്നെ അറിയാതെ സമ്മതിക്കുന്നുണ്ട്. അതായത് 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ പാലക്കാട് ജില്ല 9ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. ഇതോടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടാൻ ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതായി തിങ്കളാഴ്ച ചേർന്ന ജില്ലാ ഭാരവാഹി യോഗത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റായ കുമ്മനം രാജശേഖരൻ അറിയിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പാലക്കാട് നിന്നും പുറത്തുവരുന്നത്. മെമ്പർഷിപ്പ് പ്രവർത്തനം ഏറ്റവും മോശമായി നടക്കുന്ന ജില്ലാ കമ്മിറ്റിയായി പാലക്കാടിനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചതായും കുമ്മനം അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 18,000 മെമ്പർഷിപ്പ് മാത്രമാണ് ചേർക്കാനായത്. കഴിഞ്ഞ തവണ 1.25 ലക്ഷമായിരുന്നു അംഗത്വം. ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ 2,000 മെമ്പർഷിപ്പ് കടന്നിട്ടില്ല. അതായത് സെപ്റ്റംബർ 1 തുടങ്ങിയ അംഗത്വ ക്യാമ്പയിൻ 30 അവസാനിക്കും. ജില്ലയിൽ രൂക്ഷമായ വിഭാഗീയതയും പ്രകോപനമില്ലായ്മയും പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നതായി നേരത്തെ തന്നെ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന ജില്ലാ ഭാരവാഹി യോഗങ്ങളിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കാത്തതും ഇതോടൊപ്പം തന്നെ യോഗത്തിൽ ചർച്ചയായി. തിങ്കളാഴ്ച ചേർന്ന യോഗത്തിൽ എൻ ശിവരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ക്ഷണിക്കാനും ഇവർ തയ്യാറായില്ല. ഇത് വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ ഉൾപ്പെടെ 7 സംസ്ഥാന സമിതി അംഗങ്ങളും ഈ പറയുന്ന യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഭൂരിഭാഗം മണ്ഡലം ഭാരവാഹികളും യോഗം ബഹിഷ്കരിച്ചു. 133 പേർ പങ്കെടുക്കേണ്ടതെടുത്ത് എത്തിയത് വെറും 27 പേർ മാത്രമാണ്. ഇപ്പോഴാണ് മനസ്സിലായത് പാലക്കാടിലെ ശക്തി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫണ്ട് തിരിമറി ആരോപണം, ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിന്റെ കണക്ക് അവതരിപ്പിച്ചില്ല തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തത വരുത്താൻ ജില്ലാ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് പ്രവർത്തകർ തന്നെ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ മാസം JP നദ്ദ പാലക്കാട് വന്നപ്പോൾ പ്രവർത്തകർക്ക് പരാതി പറയാനുള്ള അവസരം നിഷേധിച്ചു എന്നുള്ളൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ക്ഷണിച്ചു വരുത്തിയ പൗരപ്രമുഖരെ സംസാരിക്കാൻ അവസരം നൽകാതെ അപമാനിച്ചതായും ജില്ലാ നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മകൾ ദേശീയ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ യോഗം പ്രശ്നമാക്കിയെന്നും പരാതി അന്നേ തന്നെ ഉയർന്നിരുന്നു. പാലക്കാട് മണ്ഡലം BJP തന്നെ ശക്തി കേന്ദ്രമായി കാണുന്ന ഒരു മണ്ഡലമാണ്, അല്ലെങ്കിൽ ജില്ലയാണ്. ഇവിടെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം BJP വലിയ വിജയപ്രതീക്ഷ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന തലത്തിലും ജില്ലാ നേതൃത്വത്തിലും ഉണ്ടായിരിക്കുന്ന വിഭാഗീയതയും അതോടൊപ്പം തന്നെ പരസ്പരമുള്ള തമ്മിൽത്തല്ലും എല്ലാം കൂടി ഇവിടെ വലിയ തോതിലുള്ള കുളം കലങ്ങിയ അവസ്ഥയിൽ തന്നെയാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ വലിയ തോതിലുള്ള ആശങ്ക ഇവർക്കുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന നേതാക്കന്മാർക്കിടയിൽ പോലും വലിയ വിഭാഗീയതയാണ് പാലക്കാടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഉള്ളത്. അതുപോലെ തെരഞ്ഞെടുപ്പ് ഫണ്ട്, പാർട്ടി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ട് തുടങ്ങിയ വിഷയങ്ങളെല്ലാം കലുഷിതമായ സാഹചര്യമാണ് BJPയുടെ പാലക്കാട് നേതൃത്വത്തിലുള്ളത്. ഇത് വലിയ തോതിൽ LDFന് ഗുണം ചെയ്യും എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഏതായാലും വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ വലിയ തോതിൽ കണ്ണു വയ്ക്കുന്ന കേന്ദ്ര നേതൃത്വം കേരളത്തിലെ വിജയത്തെ ഉപതെരഞ്ഞെടുപ്പുകളേക്കും വലിയ തോതിലാണ് കാണുന്നത്. പക്ഷേ ഈ പറയുന്ന തമ്മിത്തല്ലും കുതികാൽ വെട്ടും കാരണം ഒരടി പോലും മുന്നോട്ട് പോകുക എന്നല്ല, 10 അടി പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പോലും കാണുന്നത്.